സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. നിയന്ത്രണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പീക്ക് ടൈമിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭിച്ചാൽ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിഞ്ഞു. വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ ഡീപ് പോർട്ടൽ വഴി വീണ്ടും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനാണ് KSEBയുടെ നീക്കം. KSEBയുടെ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് മേൽ വൈദ്യുതി നിരക്കായി വരുമോ എന്നതാണ് നിലവിലെ ആശങ്ക. MG പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാനുള്ള സമയമായിട്ടില്ല. പ്രതിസന്ധി തുടരുന്നുണ്ട്. ജനങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. പുറത്തുനിന്ന് വലിയ തുകയൊക്കെ കൊടുത്ത് വാങ്ങാനാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അത് കറണ്ട് ബില്ലിൽ തിരിച്ചടിക്കുമോ എന്നുള്ള ആകാംക്ഷയും ജനങ്ങൾക്കുണ്ട്. ഷിഹാസ്, തീർച്ചയായും അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയാണ് KSEBയെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചെങ്കിലും ഇന്നലെയും മുന്നേയുള്ള ദിവസങ്ങളിലും കടുത്ത വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്നതാണ് KSEB അറിയിച്ചിരിക്കുന്ന കാര്യം. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി ലഭിച്ചതാണ് അത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണമായി KSEB തന്നെ പറയുന്നത്. പക്ഷേ മഴ കുറഞ്ഞതോടുകൂടി തന്നെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്ന് വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് KSEB തന്നെ പറയുന്ന കാര്യം. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയും പകൽ സമയത്തെ വൈദ്യുതി സറണ്ടർ ചെയ്തുമാണ് KSEB മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടി തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. 500 മെഗാവാട്ടിന് മുകളിലാണ് പലപ്പോഴും അധികമായി KSEBക്ക് വൈദ്യുതി ആവശ്യകത വേണ്ടി വരുന്നത്. അങ്ങനെയാണ് ഈ പവർ കട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത്. പക്ഷേ അപ്പോഴും ഷിഹാസ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി നിയന്ത്രണം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം KSEB പറയുന്നില്ല. പ്രതിസന്ധി ഉണ്ടായാൽ വൈദ്യുതി നിയന്ത്രണമല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് KSEB ഇപ്പോഴും അറിയിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ, ഇതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന, സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അത് ജനങ്ങൾക്ക് മേൽ ഉണ്ടാകുമോ, കെട്ടിവെക്കുമോ എന്നുള്ളൊരു ആശങ്കയാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രുതി, തീർച്ചയായും. കാരണം KSEBയെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലവിലുണ്ട്. കാരണം ഈ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ KSEBയുടെ സാമ്പത്തിക ബാധ്യത തന്നെയാണ് വർദ്ധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങളെ ഈ വൈദ്യുതി ബില്ലിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അത്തരത്തിൽ ഒരു വൈദ്യുതി ബില്ല് കൂടുമെന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു സ്ഥിരീകരണമോ അത്തരത്തിലൊരു സൂചനകളോ KSEBയോ അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയോ നടത്തുന്നില്ല. പക്ഷേ ഈ പ്രതിസന്ധി ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തായാലും നിലവിൽ അത്തരത്തിൽ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് KSEB അറിയിക്കുന്ന കാര്യം. നിലവിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് KSEB പോകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് പോലും ഈ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ജൂൺ ജൂലൈ മാസത്തിൽ ഈ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകാമെന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു അത്തരത്തിൽ വൈദ്യുതി വാങ്ങിയത്. പക്ഷേ ഇത്തവണ ഈ കാലവർഷം വളരെ ദുർബലമാവുകയും മഴ കുറയുകയും ചെയ്തതോടുകൂടിയാണ് അത്തരത്തിലൊരു പ്രതിസന്ധി KSEBക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിലവിൽ ഈ പല ഡാമുകളിലും വെള്ളമില്ല. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വൈദ്യുത ഉൽപാദനം ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നടക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ വലിയ പ്രതിസന്ധി KSEBയെ സംബന്ധിച്ച ഉള്ളത്. ഈ മഴ ലഭിച്ചില്ലെങ്കിൽ ഇനിയും പ്രതിസന്ധി രൂക്ഷമാകും എന്ന് തന്നെയാണ് KSEB അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ അധിക വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ പവർ കട്ട് വൈദ്യുതി നിയന്ത്രണമല്ലാതെ KSEBക്ക് മറ്റ് മാർഗങ്ങളില്ല. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും എന്ന് തന്നെയാണ് KSEBയും പറയുന്നത്. ശരി പ്രതീക്ഷ.